ഓൺലൈൻ ട്രേഡിംഗ് ആപ്പ് തട്ടിപ്പ് കേന്ദ്രങ്ങളുടെ മുഖ്യ ബിന്ദുവായി മാറുകയാണ് കേരളം. രാജ്യാന്തര കണ്ണികൾ കൂടി ഉൾപ്പെടുന്ന ഇത്തരം കേസുകളിൽ ചെറുമീനുകൾ മാത്രമാണ് പിടിയിലാകാറുള്ളത്. നിരവധി പരാതികളാണ് ഇഡിക്ക് മുന്നിലും എത്തുന്നത്. 2025 ജനുവരി ആദ്യം ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകളിൽ 4 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തിരുന്നു. വിവിധ കേസുകളിൽ ഇഡി അന്വേഷണം പുരോഗമിക്കുകയാണ്. പലവിധമുള്ള ഓൺലൈൻ ആപ്പുകളുടെ പേരിലാണ് തട്ടിപ്പുകളെല്ലാം നടക്കുന്നത്. ചൈനയടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നാണ് പല ട്രേഡിംഗ് ആപ്പുകളെയും നിയന്ത്രിച്ചിരുന്നതെങ്കിൽ കേരളം കേന്ദ്രീകരിച്ച് തന്നെയുള്ള ട്രേഡിംഗ് ആപ്പ് നിക്ഷേപ തട്ടിപ്പുകളും വ്യാപിച്ചു. ഇത്തരത്തിലുള്ളതായിരുന്നു തൃശൂർ സ്വദേശി സ്വാദിഖ് റഹീം നടത്തിയ സേവ്ബോക്സ് ലേലാപ്പ് തട്ടിപ്പ്. പോലീസ് അന്വേഷിച്ച കേസ് നിലവിൽ ഇഡി അന്വേഷണത്തിലാണ്. സേവ്ബോക്സിന്റെ ബ്രാൻഡ് അംബാസഡറായ ജയസൂര്യയെ 2 തവണ ഇഡി ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. സമാനമായ നിരവധി തട്ടിപ്പ് പരാതികൾ നേരിട്ട് ഇഡിക്ക് മുന്നിൽ എത്തുന്നുണ്ട്. പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നവയിലാണ് പിന്നീട് ഇഡി അന്വേഷണവും നടക്കുന്നത്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തു നിന്നുമെല്ലാം ആസൂത്രണം ചെയ്യുന്ന തട്ടിപ്പുകളാണ് കൂടുതലും. 100 കോടിയിലധികം രൂപയുടെ ഓൺലൈൻ ആപ്പ് തട്ടിപ്പുകളാണ് അടുത്ത കാലത്ത് കേരളത്തിൽ മാത്രം റിപ്പോർട്ട് ചെയ്തത്. സേവ്ബോക്സ് ആപ്പ് തട്ടിപ്പിൽ സ്വാദിഖിന്റെ കൈവശം എത്തിയത് 20 കോടിയിലധികം രൂപയായിരുന്നു. ജനം, കൊച്ചി.